നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനപ്രഘോഷണ നിമിഷങ്ങളിൽ കർത്താവ് കുടുംബങ്ങളെ സന്ദർശിക്കുന്നുണ്ട്. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ത്രേസ്യാമ്മ ജോസഫ് എന്നാണ്. ഞാൻ ലിംഗരാജപുരം ഫ്രാൻസിസ് അസിസി ചർച്ചിൽ ഇടവാംഗമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ മോടെ കുഞ്ഞാണ്. ആ കുഞ്ഞുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും ചൂട്, റെഡ്നെസ്സും, ബോഡി മുഴുവനും തല തൊട്ട് കാൽപാദം വരെ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെല്ലാം പൊട്ടി ഒലിച്ച് വിണ്ട് കീറി തലയിലെ തലമുടി എല്ലാം പൊഴിഞ്ഞു പോയി. 6 മാസം ഞങ്ങൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. എന്നാൽ എല്ലാ സൺഡേയിലും 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഈ കൊച്ചിനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ അച്ഛൻ്റെ എല്ലാ പ്രോഗ്രാമിനും സംബന്ധിച്ചു. പ്രത്യേകിച്ച് ആരാധനയുടെ സമയത്ത് ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ടെലിവിഷനിൽ കൂടി കാണുന്ന വിശുദ്ധ ആരാധനയിൽ വസിക്കുന്ന ജീവനുള്ള എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ തൊട്ട് സൗഖ്യം തരണമേ. അതുപോലെ എല്ലാം ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ ഇടവകയിലുള്ള മക്കളും, പ്രത്യേകിച്ച് സുഹൃത്ത് രമ്യ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയപ്പോൾ പുള്ളിക്കാരൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം എങ്ങനെ അത് മാറിയോ? അത് മാറി, പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ ക്ലീനായി, ഒന്നും കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം കംപ്ലീറ്റ് ഹീലിംഗ് ആയി. പ്രൈസ് ദി ലോർഡ്. എത്രയോ പൊട്ടി ഒഴുകിയ അവസ്ഥയായിരുന്നു അത് ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിച്ച്. കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി ദൈവാത്മാവിൻ്റെ അത്ഭുതമായ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം, നമ്മുടെ കുടുംബങ്ങളെ തുറക്കാം, നമ്മുടെ സമൂഹങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ആഗ്രഹിക്കട്ടെ. എല്ലാവരും വേഗം എഴുന്നേറ്റ് നിൽക്കുക. അറിയാവുന്നവരും അറിയാത്തവരും ഇന്ന് ആദ്യമായി ഇതിൽ കൂടുന്നവരും എല്ലാവരും നന്നായിട്ട് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ശക്തിയാണ് നിർണായക ഘടകം. 2 കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. എല്ലാവരും അതിറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ആത്മാവിശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. വിശ്വാസത്തോടെ ആത്മാവിശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. കൈയടിച്ച് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, ഈ ദാസന്മാരെ മുഴുവൻ ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം പരിശുദ്ധാത്മാവേ ഇതാ സമർപ്പിക്കുന്നു. സമൂഹങ്ങളെ മുഴുവൻ ഇതാ അങ്ങയുടെ തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്ന കർത്താവേ, രാജ്യങ്ങളെയും ദേശങ്ങളെയും കൊണ്ടുവരികയാണ്. ആത്മാവേ കത്തിപ്പടരണമേ. അഭിഷേക കാറ്റായി വീശണമേ. ഉണർവോടെ സഭയിൽ നിറഞ്ഞ പോലെ
കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാ, ലോകശക്തിയെ തകർത്തിടാ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാ, ലോകശക്തിയെ തകർത്തിടാ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കൈ ഉയർത്തി കൈയടിച്ച് നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, ആത്മാവേ, ആത്മാവേ, കത്തിപ്പടരട്ടെ. നിറയണമേ, നിറയണമേ. സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന യുവതിയുവാക്കന്മാരെ സമർപ്പിക്കുന്നു, കുട്ടികളെ സമർപ്പിക്കുന്നു, ബാലികാ ബാലന്മാരെ സമർപ്പിക്കുന്നു. രോഗികളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ക്ഷീണമുള്ളവർ, വിശ്വാസം അന്തിച്ചു പോയവർ, ഹൃദയം അടഞ്ഞു പോയവർ, സകല മക്കളുടെ മേലും ആത്മാവേ തീയായി കത്തിപ്പടരണമേ. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോലെ നിറവായി നീ വരണേ. ഇപ്പോൾ വ്യാപരിക്കണമേ. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോലെ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. സാത്താൻ ശക്തിയെ തകർത്തിടാൻ, ബന്ധനമെല്ലാം അഴിച്ചിടാൻ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. സാത്താൻ ശക്തിയെ തകർത്തിടാൻ, ബന്ധനമെല്ലാം അഴിച്ചിടാൻ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കൈ ഉയർത്തി കൈയടിച്ച് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 സഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ഇടവക മുഴുവൻ, ഇടവക മുഴുവൻ കത്തിപ്പടരട്ടെ. സർവ കുടുംബങ്ങളുടെ മേലും കത്തിപ്പടരട്ടെ. സകല ജാതികളുടെ മേലും കത്തിപ്പടരട്ടെ. സർവ രാജ്യങ്ങളുടെ മേലും കത്തിപ്പടരട്ടെ. സർവ രോഗികളുടെ മേലും കത്തിപ്പടരട്ടെ. സകല മക്കളുടെ മേലും കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ആത്മാവേ, 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 ശക്തിയോടെ വ്യാപരിക്കണമേ. ഹൃദയങ്ങളിലേക്ക് നിറയണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, ജീവിതങ്ങളിലേക്ക് നിറയണമേ. കൈകൾ ഉയർത്തി ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. നിറയണമേ, കൃപയായി നിറയണമേ, അഭിഷേകമായി നിറയണമേ, ശക്തിയായി നിറയണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ സമൂഹം മുഴുവനെ അങ്ങയുടെ കൃപയ്ക്കായി സമർപ്പിക്കുന്നു. ക്ഷീണമുള്ള മക്കളുടെ മേൽ ഇപ്പോൾ ആവസിക്കണമേ. ആവശ്യമുള്ള മക്കളുടെ മേൽ കുറവുകളെല്ലാം നികത്തി ആത്മാവെ ഇപ്പോൾ ശക്തിയോടെ ആവസിക്കണമേ. അത്ഭുതങ്ങളുടെ ആത്മാവേ, അത്ഭുതകരമായ ശക്തിയോടെ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് ആവസിക്കണമേ. സമൂഹങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പൊതിയണമേ. പരിശുദ്ധാത്മാവേ,
ഒരു പുതിയ അഭിഷേകം കൊണ്ട് ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, 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 സകല ഹൃദയങ്ങളെയും സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. വചനത്തിന് വേണ്ടി തുറക്കണമേ പരിശുദ്ധാത്മാവേ. അടഞ്ഞുപോയ മുഴുവൻ ഹൃദയങ്ങളെയും തുറക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ? ആ വചനം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ ചെരിപ്പോ ഭാണ്ഡമോ മടിശീലയോ ഇല്ലാതെ അയച്ചിട്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവ് വന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ കാണുന്ന ഒരു പ്രത്യേക പീഡയുണ്ട്. ദൈവമക്കൾ ധ്യാനം കൂടി ആദ്യത്തെ കുറച്ച് നാളുകൾ വലിയ ദൈവികമായൊരു തീഷ്ണതയിലാണ്. ശുശ്രൂഷകർ ശുശ്രൂഷയിലേക്ക് വന്ന് ആദ്യത്തെ നാളുകളിൽ ഒരു വലിയ തീഷ്ണതയിലാണ്. അത് കഴിയുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ഒരു വലിയ പൈശാചിക പീഡയുണ്ട്, ഒരു പരിഭ്രാന്തിയുടെ ആത്മാവിൻ്റെ പീഡ. അയ്യോ, ഇങ്ങനെ ആയി ഞാൻ എന്തു ചെയ്യും? എൻ്റെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അയ്യോ അവരെങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും? അയ്യോ, ജോലിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാനിങ്ങനെ കർത്താവിൻ്റെ വചനവും ശുശ്രൂഷയായിട്ട് പോയാൽ മതിയോ? കുടുംബം നോക്കണ്ടേ? ധ്യാനം കഴിഞ്ഞ് വിശുദ്ധിയിലും ദൈവകൃപയിലും പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും ഞായറാഴ്ച ആചരണങ്ങളും മികവ് പുലർത്തി കർത്താവിന് പ്രിയപ്പെട്ട മകനായി പ്രിയപ്പെട്ട മകളായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പരിഭ്രാന്തി കൊണ്ടുവരുന്നത്. അയ്യോ, ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും? ഇങ്ങനെയൊക്കെ പോയാൽ ഇനി കുടുംബം എങ്ങനെ പുലരും? അതുകൊണ്ട് പതുക്കെ പതുക്കെ ദൈവത്തിനുള്ള സമയം കുറയ്ക്കുക, വചനം വായിക്കാനുള്ള സമയം കുറയ്ക്കുക, ദൈവരാജ്യ വേലയുടെ സമയം കുറയ്ക്കുക, സന്ധ്യാപ്രാർത്ഥനയുടെ സമയം കുറയ്ക്കുക, ഞായറാഴ്ചകളിൽ പോലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കള്ളും കുടിച്ച് തോന്നിയാസം കഴിച്ച് അങ്ങനെ ലോകപ്രകാരം ജീവിക്കുന്ന മക്കളെ അലട്ടുന്ന ഒരു പീഡയല്ല. ഒരു വ്യക്തി ദൈവവചനം കേട്ട് യേശുവിലേക്ക് വന്ന് പാപവഴികൾ ഉപേക്ഷിച്ച്, കൈക്കൂലി ഉപേക്ഷിച്ച്, കള്ളപ്പണം ഉപേക്ഷിച്ച്, കള്ളക്കടത്ത് ഉപേക്ഷിച്ച്, ചീത്തക്കൂട്ടുകെട്ട് ഉപേക്ഷിച്ച്, ബാറ് നിർത്തി, കള്ളച്ചാരായം നിർത്തി, അങ്ങനെ ദൈവവചന വിപരീതമായ പാപത്തിൻ്റെ വരുമാനം നിർത്തി ദൈവരാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ ലഹരിയിൽ ആത്മാവിൻ്റെ സന്തോഷത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ദൈവ പൈതലിനെ പീഡിപ്പിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് പരിഭ്രാന്തി. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിഭ്രാന്തിയുടെ ആത്മാവ് അവരെ പിടിച്ചു മുറുക്കും. അവരെ പിടിച്ച് മുറുക്കി കഴിയുമ്പോൾ അവർക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല, അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു വല്ലാത്ത ഒരു ഭാരം, ഒരു ടെൻഷൻ, ഒരു മൂടൽ, ഒരു കെട്ട് അവരലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ. അവരെ മുഴുവനും ഭാരപ്പെടുത്തുകയാണ്. കുടുംബത്തിൽ ഭാരപ്പെടുന്നു, വ്യക്തിപരമായി ഭാരപ്പെടുന്നു, സമൂഹത്തിൽ ഭാരപ്പെടുന്നു, ഓരോ ഫംഗ്ഷൻ ചെല്ലുമ്പോൾ ഭാരപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുകയാണ്, അയ്യോ ആ ഫംഗ്ഷൻ ചെന്നപ്പം അവർ കണ്ടപ്പോൾ എന്നെ മിണ്ടിയില്ല, ആ കള്ളുകുടിക്കാർ എന്നെ കണ്ടപ്പോൾ എന്നെ മിണ്ടിയില്ല, മരിച്ചടക്കിന് പോയപ്പം, ആ കല്യാണത്തിന് പോയപ്പം, ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പം, അയ്യോ എന്നെ ആളുകളൊക്കെ എന്നെ ഒഴിവാക്കുകയാണോ? ഇങ്ങനെ ചിന്തിച്ച് പതുക്കെ പതുക്കെ ആത്മാവിൻ്റെ ഉണർവിൽ നിന്ന് ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് സാത്താൻ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരെ വലിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയൊരു വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 35-ാം വാക്യം. ഈശോ ശിഷ്യന്മാരയച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതരുത്. മടിസഞ്ചി കരുതി വെക്കരുത്, പണസഞ്ചി കരുതി വെക്കരുത്, മടിശീല കരുതി വെക്കരുത്, ചെരിപ്പോ ഭാണ്ഡമോ ഒന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടമാനം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനുള്ളതും അതിനുശേഷം മക്കൾക്ക് വീട് പണിയാനുള്ളതും ഒന്നും നിങ്ങൾ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവരങ്ങനെ അയച്ചു. അവര് പോയി കയ്യും മെയ്യും മറന്ന് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വേല ചെയ്തു. കയ്യും മെയ്യും മറന്ന് കർത്താവിന്റെ വഴികൾ ഉറച്ചു നിന്നു. പാപത്തിനോട് കോംപ്രമൈസിലായി നിന്നു, ലോകത്തോട് കോംപ്രമൈസിലായി നിന്നു, ലോകത്തിന്റെ അരുവിയോട് പടവെട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ യേശു അവരെ വിളിച്ചു, അവരെ കൺഫ്രണ്ട് ചെയ്തു. യേശു ചോദിച്ചു, അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചിട്ട് നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നോ? ഒരു ഉത്തരവാദിത്തമാണ് യേശു അവിടെ കാണിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കും. ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാനാ നിങ്ങളെ അയച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങളെ നോക്കും എന്നാണ് യേശു അവിടെ അസേർട്ട് ചെയ്യുന്നത്. അവർ മറുപടി പറഞ്ഞു, ഒന്നിനും കുറവ് വന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ പോയ വഴികളിലൊക്കെ ഞെരുക്കുണ്ടായിരുന്നില്ലേ, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ, പീഡനം ഉണ്ടായിരുന്നില്ലേ, കഷ്ടത ഉണ്ടായിരുന്നില്ലേ, കണ്ണുനീരുണ്ടായിരുന്നില്ലേ, വിശപ്പുണ്ടായിരുന്നില്ലേ, നഗ്നത ഉണ്ടായിരുന്നില്ലേ, ദാഹം ഉണ്ടായിരുന്നില്ലേ, കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും അക്രമികളിൽ നിന്നും പീഡകൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ അവരെ ബലപ്പെടുത്തി ഈശോ അവരെ മുന്നോട്ട് കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്കൊന്നിനും കുറവില്ലാത്തത് ഈശോയുടെ സാന്നിധ്യത്തിൽ അവർ ബലപ്പെട്ടുകൊണ്ടിരുന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരുടെ കൂടെയുണ്ട്. അവരെ നോക്കി, അവരുടെ കൂടെ അവരെ ബലപ്പെടുത്താൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അത്ഭുതങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവർക്കൊരു ബോധ്യം കൊടുക്കാൻ, അവരുടെ വചനങ്ങളെ സ്ഥിരീകരിക്കാൻ, അവരുടെ കാര്യങ്ങളിൽ രാവും പകലും കർത്താവ് കൂടെ നടക്കുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മാർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. ജാതികളോട് പ്രസംഗിച്ചു, ഗോത്രങ്ങളോട് പ്രസംഗിച്ചു, രാജ്യങ്ങളോട് പ്രസംഗിച്ചു, വീട്ടിലും പബ്ലിക്കായിട്ട് പ്രസംഗിച്ചു. കർത്താവ് കൂടെ നടക്കുക. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. മനസ്സ് തളർന്നിരിക്കുന്ന മക്കളെ, മനപ്രയാസപ്പെടുന്ന മക്കളെ കർത്താവ് ഒരു ഉറപ്പ് തരികയാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കാര്യം നോക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതാണ് കർത്താവിൻ്റെ കൂടെയുള്ള, കർത്താവിനോടൊത്തുള്ള ജീവിതം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യൻ, ക്രൈസ്തവൻ എന്ന നിലയിൽ, ക്രിസ്ത്യാനി എന്ന നിലയിൽ, യേശുവിന്റെ ആളെന്ന നിലയിലുള്ള നമ്മുടെ ജീവിതം. ഇത് തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം. മരുഭൂമിയിലൂടെ മോശയുടെ നേതൃത്വത്തിൽ ഒരു ജനത്തെ അങ്ങോട്ട് ദൈവം വിട്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ മോശയാണ് അവർ ഫ്രണ്ടിൽ നേതാവായി കാണുന്നത്. പക്ഷേ മോശയല്ല അവിടുത്തെ നേതാവ്, ദൈവം തന്നെയാണ് ആ ജനത്തിന് നേതാവ് എന്ന് ദൈവം അസേർട്ട് ചെയ്യാണ്. യാത്രയുടെ ഒരു നിശ്ചിത ഘട്ടത്തിൽ ദൈവം ഇടപെട്ടു. ദൈവം അവരോട് ചോദിക്കുകയാണ്, 40 സംവത്സരങ്ങൾ നിങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ നിങ്ങളുടെ കാലുകൾ നീര് വന്ന് വീങ്ങുകയോ ചെയ്തില്ലല്ലോ. അവരുടെ കാല് നടന്ന് ഒന്ന് വീങ്ങാതെ ദൈവം അവരെ നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓയിൽമെന്റും അതുപോലെ തന്നെ അലോപ്പതി, ആയുർവേദ, ഹോമിയോ മരുന്നുകളൊക്കെ പാണ്ടക്കെട്ടുകളായിട്ടല്ല അവർ മരുഭൂമികളിൽ സഞ്ചരിച്ചിരുന്നത്. അവരുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കർത്താവിനോട് കൂടെ സഞ്ചരിച്ചു. ഈ 40 സംവത്സരങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോകാതെ കർത്താവ് നോക്കി. ഈ 40 സംവത്സരങ്ങൾ അവർക്ക് മെഡിസിൻ ഇല്ലാത്ത രോഗങ്ങൾ വന്ന് മരുഭൂമി ചത്തുവീഴാതിരിക്കാൻ കർത്താവ് അവരെ നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ കാലുകൾ നീര് വന്ന് വീങ്ങാതെ പോലും നോക്കുന്ന കർത്താവ് സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യെശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 12-ഉം 13-ഉം തിരുലിഖിതങ്ങൾ ഓരോ മകനെയും മകളെയും ദൈവം തൊട്ട് വിളിച്ച് പറയുന്ന ഉത്ബോധനങ്ങളാണ്. ഞാൻ തന്നെ ആശ്വസിപ്പിക്കുന്നവൻ, മരണമുള്ള മനുഷ്യനെയും
തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിന് ഭയപ്പെടണം? നീ കർത്താവിന്റെ വഴി നടക്കുന്നു, നീ മദ്യപാനം ഉപേക്ഷിച്ചു, നീ വിശുദ്ധ മാർഗത്തിലേക്ക് തിരിഞ്ഞു, നീ ദേവാലയത്തിലേക്ക് പോകുന്നു, നീ കൂടെ കൂടെ കുമ്പസാരിക്കുന്നു, നീ വചനം കേൾക്കുന്നു, നീ യേശുവിനെ സാക്ഷിക്കുന്നു, നീ കർത്താവിനെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് പോകുമ്പോൾ പ്രിയ മക്കളെ, അവിടുന്ന് ഇവിടുന്നും പല പ്രശ്നങ്ങളുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിന് ഭയപ്പെടുന്നു? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സ്രഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? ഇതാണ് പിശാചിന്റെ പീഡ. ആത്മീയ മന്ത്രത്തിൽ കുറച്ചങ്ങ് നീങ്ങി കഴിയുമ്പോൾ പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് മറക്കുക, വിളിച്ച ദൈവത്തെ കൊണ്ട് മറക്കുക, നിയോഗിച്ച ദൈവത്തെ കൊണ്ട് മറക്കുക, പരിഭ്രാന്തി കൊണ്ട് ശക്തിപ്പെടുന്നു. അങ്ങനെ ദൈവത്തെ ത്യജിച്ച് ലോകത്തിന് വഴിയെ ഓടുന്ന പല വിധത്തിലും തകരുന്ന ആത്മാക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ നീ മറന്നു കളഞ്ഞോ? ഇതുപോലെ നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നീ മറന്നു കളഞ്ഞോ? ദൈവത്തിന്റെ വചനം ചോദിക്കുകയാണ്, വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെ ഓർത്ത് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന്? നിന്റെ പീഡകന്റെ ക്രോധം എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശത്രുക്കളില്ലാത്ത ജീവിതമില്ല. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. തിരമാല ഒഴിഞ്ഞിട്ട് കടലിൽ അലക്കാന്ന് വിചാരിക്കരുത്. ഈ ഞെരുക്കത്തിനിടയിൽ, ഈ ബുദ്ധിമുട്ടിനിടയിൽ ക്രിസ്തീയ ജീവിതം നയിക്കണം, യേശുവിനെ സാക്ഷിക്കണം, യേശുവിനെ ആരാധിക്കണം, വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ വിളി. ദൈവം ഒരു കാര്യം മാത്രം ഉറപ്പ് തന്നിട്ടുണ്ട്, ഏത് സ്ഥലത്തും, ഏത് പ്രതികൂലത്തിലും, ഏത് ദുഷ്ടന്റെ ഇടയിലും ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. യെശയ്യാ 51:15-16 തിരുലിഖിതങ്ങൾ. തിലമാലകൾ അലറുമ്പുതം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിന്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, എൻ്റെ കരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. മക്കളെ, ഈ വചനത്തെ ഉറപ്പായി നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ചാടി എഴുന്നേൽക്കാം. ഓ, ദൈവത്തിന്റെ അത്ഭുതമായ കരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ്, ഇതെല്ലാം നമുക്കായി നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ എൻ്റെ ഭയം എടുത്തു മാറ്റണമേ, എൻ്റെ ടെൻഷൻ എടുത്തു മാറ്റണമേ, വിശുദ്ധ ജീവിതത്തിനോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ ക്ലേശങ്ങളും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരിഭ്രാന്തി എല്ലാം എന്നെ വിട്ടുപോകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അത്യുന്നത ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. ഗ്ലോറി, ഗ്ലോറി. ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്. ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. കൈയടിച്ച് ഓരോരുത്തരും കൈയടിച്ച് വിശ്വാസത്തിൽ ബോധ്യപ്പെടുക. മോശയിൽ നിറഞ്ഞ ദൈവത്തി ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തി ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. കൈ ഉയർത്തി കൈയടിച്ച് വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ, നിത്യസഹായക, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. യേശുവേ, എല്ലാ പരിഭ്രാന്തിയുടെ ആത്മാവിനെ ബന്ധിക്കുന്ന കർത്താവേ, ടെൻഷന്റെ ആത്മാവിനെ ബന്ധിക്കുന്ന കർത്താവേ, ആകുലതയുടെ ആത്മാവിനെ ബന്ധിക്കുന്ന കർത്താവേ, ദൈവവചനം ഉപേക്ഷിച്ച്, വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ച്, ദൈവിക മാർഗങ്ങൾ ഉപേക്ഷിച്ച് ലോകപ്രകാരം പോകാൻ ടെൻഷൻപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരിൽ നിന്ന് തിന്മകളുടെയും പരിഭ്രാന്തിയുടെയും ആകുലതയുടെയും ടെൻഷന്റെയും ലോകപ്രകാരമുള്ള എല്ലാ സമ്മർദ്ദത്തിന്റെയും അരൂപികളെയും പീഡകളെയും ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. അഭിഷേകം നിറയട്ടെ, കൃപാവരങ്ങൾ നിറയട്ടെ, ഉറപ്പും അഭിഷേകവും കൊണ്ട് ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. രണ്ട് കരങ്ങളും കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ സമയം ഹൃദയം നുറുങ്ങി നമുക്ക് യേശുവിനെ വിളിക്കാം. യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.